വൈകുണ്ഠ സ്വാമികൾ. ജനനം 1809 മാർച്ച് 12. ജനനം 1809 മാർച്ച് 12. ജന്മസ്ഥലം സ്വാമിത്തോപ്പ് കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ. ജന്മസ്ഥലം സ്വാമിത്തോപ്പ് കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ. ബാല്യകാലനാമം മുടിചുടും പെരുമാൾ മുത്തുക്കുട്ടി. ബാല്യകാലനാമം മുടിചുടും പെരുമാൾ മുത്തുക്കുട്ടി. മരണം 1851 ജൂൺ 3. മരണം 1851 ജൂൺ 3. കേരളത്തിലെ സാമൂഹ്യപരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ സാമൂഹ്യപരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികൾ. വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ സമപന്തിഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. വൈകുണ്ഠ സ്വാമികൾ സമപന്തിഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാപേരുടെയും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാപേരുടെയും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസ്യ സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസ്യ സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ സ്വാമികൾ. അയ്യാവഴി എന്ന ധാർമ്മിക വിശ്വാസവ്യവസ്ഥ കൊണ്ടുവന്നത് വൈകുണ്ഠ സ്വാമികൾ. അയ്യാവഴി എന്ന ധാർമ്മിക വിശ്വാസവ്യവസ്ഥ കൊണ്ടുവന്നത് വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം. സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. സ്ഥാപിതമായ വർഷം 1836. സ്ഥാപിതമായ വർഷം 1836. ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനം സമത്വ സമാജം. ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനം സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജം. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ. വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ അഖിലത്തിരുട്ട് അമ്മാനായി അരുൾനുൽ. വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ അഖിലത്തിരുട്ട് അമ്മാനായി അരുൾനുൽ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. ജനനം 1853 ഓഗസ്റ്റ് 25. ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. യഥാർത്ഥനാമം അയ്യപ്പൻ. യഥാർത്ഥനാമം അയ്യപ്പൻ.
മഹാസമാധി 1924 മെയ് 5. മഹാസമാധി 1924 മെയ് 5. വിശേഷണങ്ങൾ സർവവിദ്യാധിരാജ, ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ. വിശേഷണങ്ങൾ സർവവിദ്യാധിരാജ, ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ. കാഷായം ധരിക്കാത്ത സന്യാസി ചട്ടമ്പിസ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി ചട്ടമ്പിസ്വാമികൾ. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി ചട്ടമ്പിസ്വാമികൾ. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളെ സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പിസ്വാമികളെ സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു തൈക്കാട് അയ്യ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറുമൊരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമി വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറുമൊരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമി വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ. കൃതികൾ മോക്ഷപ്രദീപഖണ്ഡനം, വേദാന്തസാരം, വേദാധികാരനിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ. കൃതികൾ മോക്ഷപ്രദീപഖണ്ഡനം, വേദാന്തസാരം, വേദാധികാരനിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ. പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ്. പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ്. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കവിത സമാധി സപ്താഹം. ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കവിത സമാധി സപ്താഹം. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിനം ഓഗസ്റ്റ് 25. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിനം ഓഗസ്റ്റ് 25. ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമക്കുറുപ്പ്. ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമക്കുറുപ്പ്. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. കുമാര ഗുരുദേവൻ. ജനനം 1879 ഫെബ്രുവരി 17. ജനനം 1879 ഫെബ്രുവരി 17. ജന്മസ്ഥലം ഇരവിബേരൂർ, തിരുവല്ല, പത്തനംതിട്ട. ജന്മസ്ഥലം ഇരവിബേരൂർ, തിരുവല്ല, പത്തനംതിട്ട. ബാല്യകാല നാമം കൊമാരൻ. ബാല്യകാല നാമം കൊമാരൻ. മറ്റ് നാമങ്ങൾ പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ. മറ്റ് നാമങ്ങൾ പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ. മരണം 1939 ജൂൺ 29. മരണം 1939 ജൂൺ 29. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കുമാര ഗുരുദേവൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കുമാര ഗുരുദേവൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുമാര ഗുരുദേവൻ.
ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുമാര ഗുരുദേവൻ. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് കുമാര ഗുരുദേവൻ. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപകൻ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപകൻ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, തിരുവല്ല. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, തിരുവല്ല. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ കുമാര ഗുരുദേവൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ കുമാര ഗുരുദേവൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് കുമാര ഗുരുദേവൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് കുമാര ഗുരുദേവൻ. ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുമാര ഗുരുദേവൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921, 1931. ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുമാര ഗുരുദേവൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921, 1931. അവശതയനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് കുമാര ഗുരുദേവൻ. അവശതയനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് കുമാര ഗുരുദേവൻ. അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ വാകത്താനം ലഹള, കൊഴുക്കും ചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള. അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ വാകത്താനം ലഹള, കൊഴുക്കും ചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി കുമാര ഗുരുദേവൻ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനം, 1906. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി കുമാര ഗുരുദേവൻ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനം, 1906. രത്നമണികൾ എന്ന കവിതാസമാഹാരം രചിച്ചത് കുമാര ഗുരുദേവൻ. രത്നമണികൾ എന്ന കവിതാസമാഹാരം രചിച്ചത് കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം.ആർ. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം.ആർ. രേണുകുമാർ.